വനത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ദമയന്തിയെ വനവേടൻ കാണുന്നതും സർപ്പത്തിൽ നിന്ന് രക്ഷിക്കുന്നതും തുടർന്ന് ദമയന്തിയോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നതും ദമയന്തിയുടെ പ്രാർത്ഥനാശക്തിയാൽ വേടൻ ഭസ്മമാകുന്നതുമാണ് പാട്ടിലെ ഇതിവൃത്തം. കാട്ടിലെഴുമാരവമീതെന്തിതെന്നായി കാടൻ കാട്ടുപെൺ മാധുര്യമോലും ചാരുനാദമാര്യം മാധുരീയനാദമിതു നാരിമൂലമെന്നാ നിശ്ചയിച്ചുറച്ചു വനവേടനങ്ങു ചെന്നു. മുന്നിലൊരു മാൻമിഴിയാളങ്ങു കേണു നിൽപ്പൂ കണ്ട മാത്രയന്തിച്ചവൻ ചിന്തിച്ചൽപ്പം നിന്നു. സുന്ദരി തൻ കാലിലത ഘോരം പെരും പാമ്പ് ചുറ്റിയാലൊന്നു കഷ്ടം ഇണ്ടലവൾ കേകി. സത്വരം തന്നായുധത്താൽ വേടൻ പാമ്പതിനെ കൊന്നു രക്ഷ ചെയ്തവൾ ആദിയേയു മാറ്റി. തോഷിച്ചവനചരനോടേവമവൾ ചൊല്ലി പാരം നന്നായി വരും നീ നിന്നിച്ച പോലെ പോക. ജീവൻ രക്ഷിച്ചതിന്നീശൻ ആശീസാര്യമേകും ജാതമോദം വാഴ്ക നീയും പോയിടട്ടെ ഞാനും. ഏവം മൊഴി കേട്ട വേടൻ എങ്ങു പോകുമെന്നാൾ വാഴാം നാമുക്കൊന്നു ചേർന്നു കാട്ടാളനു മോദി. ചെമ്പകത്തിനലറുക്കും ചന്തം ചിന്തും നിന്നെ കണ്ടിട്ടങ്ങനെ ഞാനെങ്ങു പോകും ബാലേ ആരേ. നാളിതുവരെ എഞ്ചാരി ദീന കൊത്ത നാരി അണഞ്ഞിട്ടില്ല അതിശയം മഴവില്ലിനഴകി. വാണിടാം നാമുക്കി കാട്ടില്ലാത്ത മോദമെന്നും ചാരുശീലേ നിന്നെ മോഹിച്ചാത്തനായി ഞാനും. ഏവം വനചരൻ വാക്കു കേട്ടു ഭൈമിതാനും ഖിന്നയായി നീരസവാക്കാൽ മറുമൊഴിയോതി. കാട്ടുവാസി തൻ വാത്സല്യം ഏറെ കേറിയേറി പാരം ദമയന്തിക്കുള്ളിൽ ഉണ്ടായി പാരവശ്യം. ഇത്തം പതിവ്രതാരത്ന നാരിമണിക്കുള്ളിൽ താപമേറി ഇന്ദ്രവര കാര്യത്തെ സ്മരിച്ചു. ഘോരതാപം അഗ്നിയായി ചുട്ടു കാടൻ കൂടൽ ആശുഭസ്മമായവനും ആരി ഭൈമ